ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെറൈറ്റി അപ്പം റെഡിയാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഒരു 2 സ്പൂൺ, വലിയ സ്പൂണ് 2 സ്പൂൺ ചോറും എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ റാഗി പൗഡറിന് പകരം മുഴുവൻ റാഗി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുത്താലും മതിയാകും. പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. തേങ്ങയൊക്കെ അല്പം കൂടിയാലും നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഇതെല്ലാം 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഈ മാവ് പുളിച്ച് പാകമായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. തലേ ദിവസത്തെ അപ്പത്തിന് അരച്ച് വെച്ചിരുന്ന മാവ് ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ അപ്പത്തിൻ്റെയോ ദോശയുടെയോ മാവ് ഒരു 1-2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. സാധാരണ നമ്മൾ അപ്പവും ദോശയുമൊക്കെ പുളിക്കാൻ വയ്ക്കുന്ന അതേ ഒരു ടൈം തന്നെയാണ് ഇതിനും വേണ്ടത്. ഇവിടെ മാവ് പുളിച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി അപ്പം ചുടുമ്പോൾ ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാവൊഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി 1 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഈ അപ്പം നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.